അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേയിടെയായിട്ട് വീഡിയോ ഇടാറില്ല, കാരണം തിരക്ക് കൊണ്ടാണ്. ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി എന്താണ് വീഡിയോ പുതിയതൊന്നും ഇറങ്ങാത്തത്, വീഡിയോ ചെയ്യണമെങ്കിലും വേണ്ട സമയം, തിരക്ക് കൊണ്ടാണ് വരുന്നത്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അടക്കം വെക്കണതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് അടക്കം? അടക്കം വെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമ്മുടെ വിഷയം. പലവരും നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അടക്കം വെക്കണം. ചിലവർ അടക്കം വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് തന്നെ. പലയിടത്തും പോയി മാറിയില്ല, പിന്നെ നിങ്ങളൊന്ന് അടക്കം വെച്ച് തരണം, എന്നിട്ട് ഭേദമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പരിഹാരം ചെയ്യാം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അടക്കം വെക്കുക എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കേട് മാറാഞ്ഞത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടും ഒരു തങ്ങളുടെ അടുത്ത് പോയിട്ടും ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ടും അടക്കം വെക്കണം എന്ന് നിങ്ങൾ പറയരുത്. ഞാൻ എൻ്റെ കസ്റ്റമറിനോട് പറയുന്നതാണ്, നിങ്ങൾ ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ പറയേണ്ടത്, എനിക്ക് ഇന്ന അസുഖമുണ്ട്, ഇതൊന്ന് മാറ്റി തരണം ഉസ്താദേ, ഇതൊന്ന് മാറാൻ എന്താ വഴി, ഇതൊന്ന് മാറ്റി തരുമോ എന്നാണ് പറയേണ്ടത്. കുറേ സ്ഥലത്ത് പോയി മാറിയിട്ടില്ല, അങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക വേണ്ടത്. ഇത് ആദ്യം വിളിച്ച ഉടൻ തന്നെ പറയാത്തതെന്ന് വെച്ചാൽ ഒന്ന് അടക്കം വെക്കണം. ഞാൻ എല്ലായിടത്തും പോയിട്ട് അടക്കം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമറിനോട്, എന്നെ വിളിക്കുന്ന ഒരാളോട് ഞാൻ പറയുന്നത്, അടക്കം വെക്കുക എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കേട് മാറാത്തത് എന്നാണ്. ആദ്യം എന്താണ് അടക്കം വെക്കുക എന്ന് പറഞ്ഞാൽ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ഒരു വ്യക്തിക്ക് കുറച്ച് ക്യാഷ് കൊടുക്കാനുണ്ട്, പലിശക്കാരനാവട്ടെ, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് നമ്മളൊരു പണം കൊടുക്കാനുണ്ടെങ്കിൽ പലിശക്കാരനെ നമുക്കൊരു ഉദാഹരണത്തിന് കൊടുക്കാം. ആ വ്യക്തി നമ്മുടെ അടുക്കൽ വരുമ്പോൾ നമ്മളെ കൊടുക്കാൻ ക്യാഷില്ല, അത്ര പക്കം നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കുറച്ചങ്ങ് കൊടുക്കുക പലിശയിലേക്ക്, അതല്ലെങ്കിൽ അല്ലാത്ത കടം പലിശയ്ക്കാണെങ്കിൽ ആ കടം പലിശയിലേക്ക് ഒരു ലേശം കാശാണ് കൊടുക്കുക. എന്നിട്ടൊരു അവധി പറയണം, ബാക്കി ഞാൻ ഇന്ന ദിവസം തരാം, ബാക്കി ഇന്ന ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ച് നിർത്തണം. ഒരു ദിവസം ഡേറ്റ് പറഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന ഡേറ്റിന് ഇന്ന തരാം, ഒരു ഉദാഹരണം പറയാം, 10-ാം തീയതി തരാം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുകയാണ്. ഈ 10-ാം തീയതി തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുള്ളൂ, നമ്മുടെ ഫുള്ള് എമൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. ആ വ്യക്തി 10-ാം തീയതി വരും, സ്വാഭാവികമല്ല, നമ്മളാണെങ്കിലും ചെല്ലില്ല, നമുക്ക് തരാനുള്ള കാശ് 10-ാം തീയതി ഇട്ടാന്ന് പറഞ്ഞാൽ. അതല്ലാതെ ആ വ്യക്തി അതോടുകൂടി പോകുന്നില്ല, കാരണം അയാൾ ഫുള്ള് കൊടുക്കാത്തത് കൊണ്ട്. എന്നതുപോലെ തന്നെയാണ് ഈ അടക്കം വെക്കൽ. കാരണം ഇത് പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ഇത് അടക്കി നിർത്തുകയാണ്, പ്രശ്നങ്ങളെ അടക്കി നിർത്തുകയാണ് ഈ അടക്കം വെക്കുക എന്ന് പറഞ്ഞത്. ഇത് പൂർണ്ണമായി പോയിട്ടില്ല. അടക്കം വെക്കുക പലവരും പല ഡേറ്റിനും അടക്കം വെക്കുന്നവരുണ്ട്. 7 ദിവസത്തിന് അടക്കം, 11 ദിവസം, 41 ദിവസം, 14 ദിവസം, 21 ദിവസം, അങ്ങനെ പലവരും പല രീതിയിൽ വെക്കുന്നുണ്ട്. 41 ദിവസമൊക്കെയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലപ്പുറം അടക്കം വെക്കാതിരിക്കുക നല്ലത്. 41 തന്നെ കൂടുതലാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ചിലവർ 41 വരെ വെക്കും, ചിലവർ അതിന് കുറവ് വെക്കും, അതെത്രയാവട്ടെ. നമ്മളത് ഡേറ്റ് അല്ല നമ്മുടെ വിഷയം. നമ്മളിപ്പോൾ പറയുന്നത്, അപ്പോൾ കുറച്ച് ദിവസത്തിന് നമ്മൾ അടക്കം വെച്ചു. ഈ അടക്കം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കടക്കാരനെ നമ്മൾ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ഇന്ന ദിവസം കഴിഞ്ഞാൽ തരാ എന്ന് പറഞ്ഞ അവനെ നമ്മളൊരു സമാധാനിപ്പിച്ചിട്ട് അങ്ങ് വിടുകയാണ്. ശല്യം ചെയ്യാൻ വന്നവനെ ഇത് പിടിക്കുക, ബാക്കി നമ്മൾ 10-ാം തീയതി തരുന്നുണ്ട് വന്നു. 10-ാം തീയതി ആൾ വരും, 10-ാം തീയതി കണ്ടില്ലെങ്കിൽ 11-ാം തീയതി വരും അല്ലേ?
എന്നതുപോലെ അടക്കം ഒരു ഉദാഹരണത്തിന് 41 ദിവസം തന്നെ വെച്ചു എന്ന് വിചാരിക്കുക. 41 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുള്ള മൂർത്തിനെ, നിങ്ങളുടെ വീട്ടിലുള്ള സഹറും ശൈത്താനത്തും മൂർത്തികളെ, ദുർമൂർത്തികളെ നമ്മൾ എന്ത് ചെയ്യണം? അടക്കം വെക്കുകയാണ്. അഥവാ ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ ഇല്ലാതെ ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അടക്കം വെക്കുക. അടങ്ങി നിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒഴിവാക്കലല്ല. അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടക്കം വെക്കുന്നത്. ഇപ്പോൾ ഏത് മൂർത്തിയാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കുറച്ച് മൂർത്തികളുടെ പേര് പറയുകയാണ്. ഇപ്പോൾ ചേക്കുട്ടിയുണ്ട്, ചാത്തനുണ്ട്, ഭദ്രകാളിയുണ്ട്, ചൊള്ളഭദ്രകാളിയുണ്ട്, നാഗലക്ഷ്മിയുണ്ട്, രസസ്, ബ്രഹ്മരസസ്, ചാമുണ്ടി, രക്തചാമുണ്ടി, ഇങ്ങനെ കുറച്ച് മൂർത്തികളുള്ള ഒരു വ്യക്തി വന്നു. ആ വ്യക്തിനെ ഒഴിഞ്ഞിട്ടും പല രീതിയിലും അത് അടക്കം വെക്കും. കാരണം കുറച്ച് ദിവസം ഇനി ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള ഒരു ഇതിലാണ് അടക്കം വെക്കുന്നത്. ഇതടക്കം വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടും. മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നല്ല, കൂടും. അതാണ്. അപ്പോൾ ഈ അടക്കം വെക്കണതിൻ്റെ മുന്നേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടിയാവലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ അടക്കം വെച്ചതിന് എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെ ഈ അടക്കം വെക്കണമെനിക്ക് അവർ പറയുന്നൊരു കാരണം എന്താണ്? ഉസ്താദ് ഇപ്പോൾ ഗ്യാസില്ല, കുറച്ച് ദിവസത്തിനൊന്ന് അടക്കം വെക്ക്, എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാം. എന്നെ സമീപിക്കുന്ന കസ്റ്റമറോട് ഞാൻ പറയും അടക്കം വെക്കണ്ട, ക്യാഷില്ലേ നിങ്ങൾ കുറച്ച് തന്നാൽ മതി, ബാക്കി പിന്നെ തന്നാൽ മതി, എന്നാൽ കാര്യങ്ങൾ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ, പൂർണ്ണമായിട്ടാണ് ഒഴിവാക്കുക. അടക്കം വെക്കണമെങ്കിൽ അതിൻ്റെതായ ചിലവുണ്ടാവും. അതിനെക്കാട്ടി നല്ലത് പരിഹാരം അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ എന്താ നിങ്ങളിൽ കാശില്ലാത്ത വിഷയമാണോ? കട നിർത്തി നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മൾ അതേ പറയുള്ളൂ. ഞാൻ സാധാരണക്കാരനാണ് എന്നെ സമീപിക്കുന്നവർ. സാധാരണക്കാരൻ്റെ കയ്യിൽ കാശില്ലാന്നും അവർ പല ബുദ്ധിമുട്ടിലാണ് നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ആരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അടക്കം വെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. പലയിടത്തും പോയി മാറിയിട്ടില്ല. 400 ചില്ലാൻ ആൾക്കാരെ അടുത്തേക്ക് പോയ കസ്റ്റമറുകൾ എനിക്കുണ്ട്. 300 ചില്ലാൻ ആൾക്കാരെ അടുത്ത് പോയ കസ്റ്റമർ എനിക്കുണ്ട്. 50-60 കൊല്ലം ഈ വഴിക്ക് നടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കസ്റ്റമർ നമുക്കുണ്ട്. എന്നിട്ട് മാറാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നതാണ്, പലയിടത്തും പോയി അടക്കം വെക്കാൻ പറയും. അടക്കം വെക്കുമ്പോൾ എന്തുണ്ടാവും? കുറച്ച് ദിവസം ഒതുങ്ങി നിൽക്കും. പിന്നെ അത് പൂർവ്വശക്തിയോട് കൂടിയിട്ട്, ആദ്യത്തെക്കാട്ടി ഡബിൾ ശക്തിയോട് കൂടിയിട്ട് ഈ മൂർത്തികൾ പുറത്തിറങ്ങി. അപ്പോൾ ഈ അടക്കം വെച്ച ദേശം കൂടി അവർക്കുണ്ടാവും. അങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇത് കൂടുകയാണ്, വഷളാവുകയാണ് ചെയ്യുന്നത് ഈ അടക്കം വെക്കണതുകൊണ്ട്. അപ്പോൾ പിന്നെ അടക്കം വെക്കാം, കുറച്ച് ദിവസമൊക്കെ വെച്ച് ആ ദിവസത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അടക്കം വെക്കുന്നവർ കുറ്റം പറയുന്നതല്ല. അത് അടക്കം വെച്ച് കുറച്ച് ദിവസം ആ ഡേറ്റിൻ്റെ ഉള്ളിൽ പരിഹാരം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ നല്ലതെന്താ? ഈ അടക്കം വെക്കണതിൻ്റെ വെക്കണേക്കാട്ടി നല്ലത് നമ്മൾ പരിഹാരങ്ങൾ ചെയ്താൽ മതി. അതാ പോരെ. എൻ്റെ ഇടയ്ക്കോട് ഞാൻ അത് പറയും, നിങ്ങൾ അടക്കം വെക്കണം എന്ന് പറഞ്ഞ് 100 പോകുമ്പോൾ അതുകൊണ്ട് ആണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാത്ത. നിങ്ങൾ അടക്കം വെക്കണം ഉസ്താദെ, അടക്കം വെക്കണം സ്വാമിയെ, അടക്കം വെക്കണം തങ്ങളെ എന്നുള്ള പറച്ചിൽ ആദ്യം നിങ്ങൾ ഒഴിവാക്കി. എനിക്ക് ഇന്ന അസുഖമുണ്ട്, തങ്ങളെ പോവാ, എനിക്ക് ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ ഉസ്താദ് എനിക്ക് ഇന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ സ്വാമി ഇന്ന അസുഖമുണ്ട്, എൻ്റെ അതൊന്ന് മാറ്റിത്തരും, ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എന്നൊന്ന് അവതരിപ്പിച്ചിട്ട് അതിനുള്ള പരിഹാരം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അടക്കം വെക്കണേനെ നിഷേധിക്കുകയല്ല. അതിനെക്കാട്ടി നല്ലത് നമ്മളെ പരിഹാരം ചെയ്യല്ലേ. നമ്മളതാ പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പല ആൾക്കാരും അടക്കം വെക്കണതിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ പോയി പറയുന്നത്. അപ്പോൾ അടക്കം വെക്കുക എന്നുള്ള വാക്കുകൾ നമ്മൾ ആദ്യം ഉപേക്ഷിക്കുക. നമുക്ക് പരിഹാരം ചെയ്യേണ്ട കാര്യത്തിലേക്കാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ കാര്യമുള്ള. അടക്കം വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. അമ്മേര് ചിലവർ പറയും താലിക്കാലികമായിട്ട് എന്തെങ്കിലും ചെയ്തു തരുമോ? അതും തെറ്റ്. ഈ താലിക്കാലികമായിട്ട് ഒരു അസുഖം നമുക്ക് വന്നാൽ മെഡിക്കൽ സ്റ്റോർ പോയിട്ട് ഗുളിക പിടിക്കുന്നത് പോലെയാണ് താലിക്കാലികം. അത് ഡോക്ടറെ കണ്ടിട്ട് പഠിച്ച ഒന്നുകൂടി ഉഷാറായില്ലേ.
ഡോക്ടർ എഴുതി തരുന്നത് തന്നെയാണ് മെഡിക്കൽ സ്റ്റോറുകാരൻ തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ വേറെ, മെഡിക്കൽ സ്റ്റോറുകാരൻ വേറെയാണ്. ഡോക്ടർ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള മരുന്ന് എഴുതി തന്നാൽ ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക തരുന്നതും നമ്മൾ നേരിട്ടിട്ട് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക തരുന്നതും രണ്ടും ഒരു സ്ഥലത്തു നിന്നാണ് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ട് തന്നെയാണ്. ഡോക്ടർ MBBS പഠിച്ചിരിക്കുന്നതാണ്, ഇവരതല്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഈ താലിക്കാലിയം ചെയ്ത് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് താലിക്കാലിയം ഗുളിക കഴിക്കുന്നത് പോലെ തന്നെയാണത്. അതിൻ്റെ പകരം നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? പൂർണ്ണമായി ചെയ്യുക. പ്രശ്നങ്ങൾ നോക്കി നമ്മുടെ ഇത് തന്നെ വേണമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. ആരെടുത്താണെങ്കിലും പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ പ്രശ്നങ്ങൾ കൽപ്പന രീതിയാണ്. ഈ കൽപ്പന നോക്കാൻ നമ്മളെല്ലാ മതക്കാരും നമ്മൾ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ആരും നിൽക്കിയിരിക്കുന്നവരല്ല. കൽപ്പന നോക്കണവരാച്ചാൽ കൽപ്പന നോക്കുക. അതർത്താണെങ്കിൽ അതർത്ത് വേണം. അഭിജിത്ത് കണക്ക്, അപാല് കണക്ക്, ഏത് രീതിയിലാണെങ്കിലും അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഓരോന്നിനും അതിൻ്റെതായ കഴിവുകളുണ്ട്. ആ പ്രശ്നങ്ങൾ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പരിഹാരം ചെയ്യാം. ഇതാണ് വേണ്ടത്. നമ്മളതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഉസ്താദെ പരിഹാരം ചെയ്യുമ്പോൾ കാശില്ല, അടക്കം വെക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പറയില്ല. എന്താ വെച്ചാൽ അടക്കം വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ വരും. കാശില്ലെങ്കിലുള്ളത് തന്നാൽ ബാക്കി പിന്നെ തന്നാൽ മതി. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നടക്കട്ടെ. അസുഖം കൊണ്ട് ഇടങ്ങറാവുന്ന ഒരു അസുഖം മാറട്ടെ എന്നാണ് നമ്മൾ പറയാറ്. അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് നല്ല ആരെത്തായാലും ഇന്ത്യയിൽ ഇന്നതുള്ള, അല്ലെങ്കിൽ ഞാൻ പിന്നെ കുറേശ്ശെ ഞാൻ തരണ്ട്, എൻ്റെ അതൊന്ന് മാറ്റി തരുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അടക്കം വെച്ച് തരുമോ എന്നുള്ള വാക്ക് തന്നെ നമ്മൾ കളയണം, ഒഴിവാക്കണം. ഞാനെല്ലാവരോടും അതാ പറയുന്നത്. ചിലർ അടക്കം വെക്കുക എന്ന് പറഞ്ഞാൽ അയിമ തന്നെ പിടിച്ച് നിന്നിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയും ഉസ്താദേ ഒന്ന് അടക്കം വെച്ച് തരുമോ? അടക്കം വെക്കേണ്ട മാറ്റി തരാം. അല്ല, പുറത്ത് പോയതാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ ഒന്ന് അടക്കം വെച്ചാൽ നമുക്ക് അറിയാലോ കാര്യങ്ങൾ മാറ്റമുണ്ടോ, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഇങ്ങനെ പറയുന്നത് ഇത് ഇങ്ങനെ അടക്കം വെക്കാന്ന് കേട്ടിട്ടും പറഞ്ഞിട്ടും ഇത് സ്ഥിരം പരിപാടിയായി. ഇത് തന്നെ അവരെ വന്നാകുമ്പോൾ വരും ചെയ്യുള്ളത് തന്നെ അവർ ചെയ്യുകയും. ഈ അടക്കം വെക്കാൻ കൊണ്ട് അവരെ കേടും മാറും? ഒരിക്കലും കേടും മാറില്ല. ഞാനിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഉത്സാഹമല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവരോട് ആരോട് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കുക, അടക്കം വെച്ചുകൊണ്ട് അസുഖം മാറുമോ? താൽക്കാലികമായി പ്രശ്നങ്ങളുള്ള എത്ര വലിയ ഉഗ്രമൂർത്തിയും പ്രശ്നങ്ങളുള്ള ഒന്ന് അടക്കി നിർത്തുക. കുറച്ച് ദിവസം ഇപ്പോൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു കാശ് കൊടുക്കാനുള്ളവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് കുറച്ച് ദിവസം അവിടെ പറഞ്ഞ് നിർത്തുന്നത് പോലെ തന്നെയാണ് അടക്കം വെക്കൽ. അത് പിന്നെ ആൾ കാശിന് വരുന്നത് പോലെ ഈ പോയ സാധനം വീണ്ടും വരും. ഇത് പോകുന്നില്ല, ഒഴിവാക്കുന്നില്ലല്ലോ. നമ്മൾ പിടിച്ച് നിർത്തുകയാണ്, അടക്കം വെക്കുകയാണ്, അടങ്ങി നിർത്തുകയാണ്. അതാണ് ഈ അടക്കം വെക്കുക. അപ്പോൾ ഇത് പൂർണ്ണമായി പോകണമെങ്കിൽ ഇതിനെ ഒഴിവാക്കണമല്ലോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഇതിന് നെഗറ്റീവ് കമൻ്റ് ഒന്നും കയറി വരണ്ട. എനിക്ക് അതിനെ നോക്കാനോ എനിക്ക് മറുപടി തരാനോ എനിക്ക് നേരമൊന്നുമില്ല. പിന്നെ വീഡിയോ ചെയ്തിട്ട് തന്നെ ഞാൻ മാസങ്ങളായി, കാരണം എനിക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, അടക്കം വെക്കുന്നതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് ഈ അടക്കം വെക്കുക എന്നുള്ളതിനെ കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഇതാണ്. കൊടുക്കാനുള്ളവനിക്ക് അവധി പറയുന്നത് പോലെ തന്നെയാണ്. ഈ പ്രശ്നത്തെ അടക്കി നിർത്തലാണ് പ്രശ്നം ആക്കരുത് എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പിക്കുന്നതാണ് ഈ സംഭവം. പക്ഷെ പൂർണ്ണമായി മാറ്റലല്ല. അപ്പോൾ പൂർണ്ണമായി മാറ്റലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരെടുത്ത് പോയാലും എനിക്കത് മാറ്റി തരുമോ എന്നതാണ് നിങ്ങൾ പറയേണ്ടത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പിന്നെ എൻ്റെ ഫോൺ നമ്പർ നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. എന്നാലും ചിലർ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഫോൺ നമ്പർ 95 62 23 41 28. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. വാട്സപ്പ് നമ്പറും എല്ലാ നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഇത് തന്നെയാണ്. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.